അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു കാത്തിരിക്കുന്നവരുണ്ട്, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുക ചരിത്ര പഠനമാണ്. പുണ്യമായ റബീഉൽ അവ്വൽ 1500-ാമത്തെ പുണ്യ റസൂലിന്റെ നബിദിനം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആഘോഷിക്കുമ്പോൾ കഥ പറയുന്ന മദീന എന്ന മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം, കൂടുതൽ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മദീനയുടെ പള്ളികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മൾ മസ്ജിദുൽ അബൂദർ വരെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു പള്ളിയാണ് മസ്ജിദുൽ ഫത്ഹ്. മസ്ജിദുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ ബദറിന്റെയും ഉഹദിന്റെയും മണ്ണിൽ പരാജയപ്പെട്ട ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ നാട്ടിൽ ഒരു യുദ്ധതന്ത്രമുണ്ട്. എന്താണ് തന്ത്രം? അതിൽ പ്രകാരം നബിതങ്ങളും സ്വഹാബത്തും കിടങ്ങ് വലിയ ഒരു കുഴി കുഴിക്കാൻ തുടങ്ങി. മദീനയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ 3 വശം ഈന്തപ്പനത്തോട്ടവും ഒരു ഭാഗം തുറന്ന പ്രദേശവുമാണ്. ആ പ്രദേശത്ത് കിടങ്ങ് കുഴിക്കുക, ശത്രുക്കൾക്ക് കയറി വരാൻ കഴിയാത്ത രീതിയിൽ നല്ല കിടങ്ങ് കുഴിക്കുക. അങ്ങനെ 2 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയും 3 കിലോമീറ്റർ ആഴത്തിലുമായി സ്വഹാബത്ത് വലിയ കിടങ്ങ് കുഴിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, ഭക്ഷണമില്ല, വയറ്റിൽ കല്ല് വെച്ചിട്ടാണ് സ്വഹാബത്ത് കുഴിച്ചത്. അങ്ങനെ വല്ലാതെ സങ്കടത്തോടെ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കാൻ സ്വഹാബത്ത് വലിയ ത്യാഗം സഹിച്ചു. 4000-ൽ പരം കാലാൾപ്പള കടന്നു വന്നു. 300-ഓളം കുതിരപ്പടയാളികൾ, 1500-ൽ പരം ഒട്ടകങ്ങളായി കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ കാണാത്ത യുദ്ധതന്ത്രം കണ്ടു. ശത്രുക്കൾ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഉപരോധം ഏർപ്പെടുത്തി. അങ്ങോട്ട് ആരും പോകാനും പാടില്ല, പുറത്തേക്ക് ആർക്കും പോകാനും പറ്റില്ല, ഭക്ഷണങ്ങളൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല. ഉപരോധം ഏർപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ചരിത്രം വേഗത്തിൽ പറഞ്ഞു പോവാണ്. അൽഹംദുലില്ലാ, അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുധനാഴ്ച, അള്ളാഹുവിന്റെ റസൂൽ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം മുത്തുനബി തങ്ങൾ ഖന്തക്കിന്റെ ഉയർന്ന ഭാഗത്ത് കയറിയിരുന്ന് ദുആ ചെയ്തു, ഇതിൽ നിന്ന് രക്ഷ കിട്ടാൻ. അങ്ങനെ ബുധനാഴ്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്ർ നമസ്കാരത്തിന് ശേഷം അള്ളാഹു ഉത്തരം നൽകി. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുദൂദൻ ലം തറൗഹാ വകാനല്ലാഹു ബിമാ തഅമലൂന ബസീറ എന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവിടെ ഇറക്കി കൊടുത്തു. ശക്തമായ കാറ്റ് നൽകി അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത സ്ഥലത്തൊരു പള്ളി വന്നു. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഫത്ഹ് എന്ന പേരുള്ള പള്ളി. സ്വഹാബത്ത് പിന്നെ എന്തെങ്കിലും സങ്കടം വന്നാൽ അവിടെ പോയിരുന്ന് ദുആ ചെയ്യും. ദുആക്ക് ഇജാബത്തും കിട്ടി. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഇജാബ എന്നും അതിന് പേര് കാണാം. ആ പള്ളിക്ക് ചുറ്റും വീണ്ടും ചില പള്ളികൾ വന്നു. മസ്ജിദുൽ സൽമാൻ ഫാരിസി, മസ്ജിദുൽ അബൂബക്കർ, മസ്ജിദുൽ ഉമർ, മസ്ജിദുൽ അലി, മസ്ജിദ് സയ്യിദത്തുന ഫാത്തിഹ, അതിന് മസ്ജിദ് സബ്ആ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളികൾ ആ പരിസരത്തുണ്ട്. ഖന്തക്കുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതാണ്. പിന്നെ മദീനത്തുള്ള മറ്റൊരു പള്ളിയാണ് മസ്ജിദ് ബനി ഹറം. ബനി ഹറം എന്ന് പറഞ്ഞാൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണിയാണ്, വല്ലാത്ത പട്ടിണി. ജാബിർ റളിയല്ലാഹു അൻഹു, നബിയെ, എന്റെ വീട്ടിലേക്ക് വരും, ഭക്ഷണം കഴിക്കാം. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കാരം നടത്തി ആടിനെ അറുത്തു കൊടുത്തു. നബിതങ്ങളും സ്വഹാബത്തും വന്നപ്പോൾ ജാബിർ ഭയപ്പെട്ടു. നബിയും മാത്രമാണ് വിളിച്ചത്. നബിതങ്ങൾ സ്വഹാബത്തിനെ കൂടി വിളിക്കുമെന്ന് കരുതിയില്ല. ഒരു ചെറിയ ആട്ടിൻകുട്ടിയേ ഉള്ളൂ. ആ സ്വഹാബത്തിന് എല്ലാവർക്കും തികയില്ല. അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചപ്പോൾ വലിയ സങ്കടമായി. എല്ലാവരും വന്നപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നാണക്കേടല്ലേ? അള്ളാഹിന്റെ റസൂൽ അങ്ങനെ വിളിക്കുമെന്ന് കരുതിയതുമില്ല. നബിതങ്ങൾ സ്വഹാബത്തിനെ പിടിച്ചിരുത്തി, നബിതങ്ങൾ വിളമ്പിക്കൊടുത്തു, ഭക്ഷണമെല്ലാം തികഞ്ഞു. അങ്ങനെയുള്ള ജാബിർ റളിയല്ലാഹുവിന്റെ വീടിരുന്ന സ്ഥലമാണ് മസ്ജിദ് ബനി ഹറം എന്ന ചരിത്രത്തിൽ കാണാം. അതുപോലെ മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ അഖീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ അഖീഖ് താഴ്വര ബറക്കത്തുള്ളതാണ്. കാരണം നബി തങ്ങൾ ഒരിക്കൽ അതുവഴി നടന്നു പോയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് നിസ്കരിക്കാൻ പറഞ്ഞാൽ ബറക്കത്തുള്ള സ്ഥലമാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ മുബാറക്കായ സ്ഥലമാണ്. ഉമർ തങ്ങൾ അതുവഴി പോയാൽ നമസ്കരിക്കാതെ പോയിരുന്നില്ല. 2 റക്അത്ത് അവിടെ നമസ്കരിച്ചിട്ടല്ലാതെ പോകുമായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അവിടെ മസ്ജിദുൽ ഉർവ എന്നും അറിയപ്പെടും, മസ്ജിദുൽ അഖീഖ് എന്ന പേരും അവിടെ അറിയപ്പെടുന്നു. ഞാൻ ഇതെല്ലാം പറയുന്ന ഉംറയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ബദറുൻ തീരത്തിന്റെ ഉംറ സംഘം പോയപ്പോൾ എല്ലാവർക്കും ഈ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അവിടെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കാണിച്ചു കൊടുത്ത് സ്ഥലങ്ങളുണ്ടായി. അൽഹംദുലില്ലാഹ് അല്ലാഹു ഭാഗ്യം തരട്ടെ ഇനിയും പോകാൻ. അതുപോലെ മറ്റൊരു സ്ഥലമാണ് മസ്ജിദുൽ ബഖില. മസ്ജിദുൽ ബഖില എന്ന് പറഞ്ഞാൽ ബഖി, ജന്നത്തുൽ ബഖി, മദീനയുടെ ജന്നത്തുൽ ബഖീന് കിഴക്കു ഭാഗത്ത് സിത്തീൻ ജംഗ്ഷൻ ഉണ്ട്. ഇന്നത്തെ പേര് സിത്തീൻ ജംഗ്ഷനാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മലിക് അബ്ദുൽ അസീസ് റോഡ് കാണാം. മലിക് അബ്ദുൽ അസീസ് റോഡ് കടന്നാൽ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ബഖില. ഇവിടെ നബി തങ്ങൾ ഒരു പാറയിലിരുന്നു. ഇവിടെ നബി തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ നിസായിലെ 41-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. നബി തങ്ങൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മതി, ഹസ്ബിയ ഇബ്നു മസ്ഊദ് മതി എന്ന് പറഞ്ഞ് കരഞ്ഞ സ്ഥലത്തൊരു പള്ളി വന്നു. അതാണ് മസ്ജിദുൽ ബഖില. പ്രധാനപ്പെട്ട പള്ളികളാട്ടോ ഞാൻ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇനി നമ്മൾ പഠിക്കുന്നത് മദീനയിലെ കിണറുകളാണ്. മദീനയിലെ കിണറുകളാണ്. ഒന്നാമത്തെ കിണറാണ് ബിഅ്റു അരീസ് എന്ന് പറയുന്ന കിണർ. ഖുബാ മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിലിൽ നിന്നും 42 മീറ്റർ അപ്പുറം ഒരു കിണറുണ്ട്. അതൊന്ന് മൂടിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ കാണാൻ കഴിയില്ല. അരീസ് എന്ന ജൂതന്റെ പേരിലാണ് അതറിയപ്പെടുന്നത്. ബിഅ്റു ഖാത്തം എന്നുമുണ്ട്. ഖുബാഇന് തൊട്ടടുത്ത് ഒരു ജൂതന്റെ തോട്ടം ഉണ്ടായിരുന്നു. അതിലെ ഒരു കിണറും ഉണ്ടായിരുന്നു. ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇന്നത്തെ ദിവസം ഫുള്ള് നബിക്ക് കൂടെ കാവൽക്കാരനായി നിൽക്കാമെന്ന് തീരുമാനിക്കാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് കടന്നു ചെന്നു. പക്ഷേ നബി മദീനത്തില്ല, ഖുബായിലുണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഉടനെ അങ്ങോട്ട് ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു കുറേ നേരം ഇരുന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. അങ്ങനെ ആ തോട്ടത്തിന്റെ ചെറിയ വാതിൽക്കലിരുന്നു. ആ വാതിൽക്കലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിലിൽ മുട്ടി. ചോദിച്ചു, ആരാണത്? മറുപടി പറഞ്ഞു, ഞാൻ അബൂബക്കറാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുത്തു കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, മഹാൻ ചെന്ന നബിയുടെ അടുത്ത് വലതുഭാഗത്തിരുന്നു. ശേഷം ഉമർ തങ്ങൾ കടന്നു വന്നു. പിന്നീട് ഉസ്മാൻ തങ്ങൾ കടന്നു വന്നു. അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പരീക്ഷണങ്ങൾ, ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോൾ പറഞ്ഞു, വലിയ പരീക്ഷണങ്ങൾക്ക് ശേഷം എന്നുകൂടി പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞപ്പോൾ കടന്നു വരാൻ പറഞ്ഞു. ഉമർ തങ്ങളും അബൂബക്കർ തങ്ങൾ വന്നപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഉസ്മാൻ തങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, പരീക്ഷണങ്ങൾ കൂടി അതിജയിക്കുന്ന മഹാനെന്ന് ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാണ്. വലിയ പരീക്ഷണങ്ങൾക്ക് ശേഷം എന്നുകൂടി നബികൾ ചേർത്തു പറഞ്ഞു എന്ന് കിതാബിൽ നമുക്ക് കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ തങ്ങളിലൂടെ, ഉമർ തങ്ങളിലൂടെ, ഉസ്മാൻ തങ്ങളിലേക്ക് മുത്തുനബി തങ്ങളുടെ മോതിരമെത്തി. ഒരിക്കൽ ആ ഓർമ്മകളിലൂടെ ഉസ്മാൻ തങ്ങൾ അന്ന് ഇരുന്ന പോലെ ഇരുന്നു. അതിനിടയിൽ മുത്തുനബി തങ്ങളുടെ മോതിരം കിണറ്റിൽ വീണു. അങ്ങനെയാണ് ബിഅ്റു ഹാത്തം എന്ന പേര് വരാൻ കാരണം എന്ന് കാണാം. അതിന്ന് മൂടപ്പെട്ടു. എങ്കിലും അടുത്തായി ഖുബാ പള്ളിയുടെ സമീപത്ത് പള്ളിയുടെ ആ കിണറിന്റെ അടയാളം ഇന്ന് നമുക്ക് കാണാമെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ഖുബയുടെ അടുത്ത് ആ കിണർ ബിഅ്റു ഹരീസ് എന്ന് പറയുന്ന കിണർ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പോയി കാണാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ മറ്റൊരു കിണറാണ് ബിഅ്റു റൂമ. ശുദ്ധജലം നിറഞ്ഞു കവിഞ്ഞിരുന്ന കിണറായിരുന്നു. ഇത് റൂമത്തുൽ ഗിഫാരി എന്നയാളുടെ കൈവശമായിരുന്നു. അദ്ദേഹം ഒരു പാത്രം വെള്ളത്തിന് 1 മുത്ത് കാരക്ക എന്നതൊന്നിൽ വിൽക്കും. വെള്ളം വിൽക്കാൻ പാടില്ല, വെള്ളം വിലക്ക് കൊടുക്കാൻ പാടില്ല, എന്നാലും വിൽക്കുമായിരുന്നു. പാപങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി. ഇതറിഞ്ഞ നബി തങ്ങൾ പറഞ്ഞു, റൂമ കിണർ ആര് വാങ്ങി നൽകുന്നോ അവന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അത് വാങ്ങിക്കൊടുത്തു. അത് പ്രവാചകൻ ദീനിന് വേണ്ടി വഖഫ് ചെയ്തു. മസ്ജിദ് ഖിബിലത്തൈനിയുടെ ഭാഗത്തുള്ള ഈ കിണർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വിപുലമായത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ബിഅ്റു റൂമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് കിണർ കാണാൻ പറ്റും. അള്ളാഹു അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കിണറുകളാണ് പറഞ്ഞത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ചരിത്ര പഠനത്തിൽ മനസ്സിലാക്കാം. കുറഞ്ഞ സമയം കൂടുതൽ അറിവ് ഇൻഷാ അല്ലാഹ് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു ഇത് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ മരണത്തിന് മുമ്പ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്, ആ മജ്ലിസിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാർഷികം ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 20, 21 തീയതികളിൽ കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മളിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. അതൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആരക്കിൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.